കണ്ണൂർ ജില്ലയുടെ പൊതുചിത്രം എന്ത് എന്നതാണ് ഇന്ന് പരിശോധിക്കുന്നത്. കണ്ണൂർ ഒരുപക്ഷെ എറണാകുളത്ത് നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ആണ് കണ്ണൂരിൽ ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കൂടുതൽ രാഷ്ട്രീയ നിലപാടുകൾ പുലർത്തുന്ന ഒരു ജില്ല എന്ന് തന്നെ പറയാം. പലപ്പോഴും വാർത്തകളിലടക്കം കണ്ണൂർ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിപ്പോൾ ഇടതു വലതു മുന്നണികളുടെ പൊതുവിൽ ഉള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ LDFന് കരുത്തുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ണൂരിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 ഇടത്തും LDFന്റെ അപ്രമാദിത്വം ആയിരുന്നു ഉണ്ടായത് എന്നതാണ് വസ്തുത. ആ ഡേറ്റയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഇരിക്കൂരും പേരാവൂരും മാറ്റി നിർത്തിയാൽ മറ്റെല്ലായിടത്തും പയ്യന്നൂർ, തളിപ്പറമ്പ്, കല്യാശ്ശേരി, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ അങ്ങനെ കൃത്യമായി ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ ചിത്രം മാറുന്ന പശ്ചാത്തലം കൂടിയാണ് ഉള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് 2021 ചിത്രം എങ്കിൽ ഇനി നമ്മൾ 2026 വരുമ്പോൾ, അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ ചിത്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്നതാണ് പരിശോധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുകളെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ആണ് പ്രകടനം എങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുമൊക്കെ വരുമ്പോൾ ഈ മണ്ഡലങ്ങളിലെ കണക്കുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതുകൂടിയാണ് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത്. അതാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കിൽ കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം നേടുന്നത് എന്നതാണ്. ആ ഡേറ്റയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതായി വരുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുമ്പോൾ 2024 കണക്ക് പരിശോധിക്കുമ്പോഴും മുന്നിൽ നിൽക്കുന്നത് ഇടതുമുന്നണി തന്നെയാണ്. അപ്പോൾ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അപ്രമാദിത്വമുണ്ട്, അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുൻതൂക്കമുണ്ട്. അത് രണ്ടും ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താനാകുമോ? പ്രത്യേകിച്ച് CPIMന്റെ ഏറ്റവും ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്യുന്ന എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ തലമുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മത്സരിക്കുമ്പോൾ ഇത്തവണയും ആ ഒരു അപ്രമാദിത്വം ഉണ്ടാകുമോ എന്നതറിയണം. അതേസമയം പയ്യന്നൂരിലെ വിമത നീക്കം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന സംശയം ഉണ്ട് താനും. മറ്റൊന്ന് K. സുധാകരൻ ആണ്. നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തുമ്പോൾ കണ്ണൂരിൻ്റെ ചിത്രം മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. UDFനെ പിന്തുണയ്ക്കുന്നു. അവിടെ UDFന്റെ ഏറ്റവും കരുത്തനായ നേതാവ് K. സുധാകരൻ തന്നെയാണ് കണ്ണൂരിൽ എന്നത് വ്യക്തമാണ്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ MP മാർക്ക് ഇളവ് നൽകണം എന്ന ആവശ്യമുണ്ട്. അത് പക്ഷേ 2 MP മാർക്ക്, അതല്ല എങ്കിൽ 3, അതിനപ്പുറത്തേക്ക് പോകില്ല എന്ന് മനസ്സിലാകുന്നു. അവിടെ ഏറ്റവും ഉയർന്നു കേൾക്കപ്പെടുന്ന പേരുകളിൽ ഒന്ന് ഈ സുധാകരൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ ഈ സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നതറിയണം. ഒപ്പം കണ്ണൂർ, അഴീക്കോട് ഉൾപ്പെടെ കടുത്ത ഒരു പോരാട്ടത്തിനാണോ വേദിയാകുന്നത്? ER രാഗേഷ് ആണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. ER, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് തൂത്തുവാരി കണ്ണൂർ എന്ന് തന്നെ പറയാം. അത്രമേൽ വലിയ അപ്രമാദിത്വം. കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു ട്രെൻഡും നമുക്ക് ഓർമ്മയുണ്ട്. നിയമസഭയിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും കണക്കുകളിൽ കാര്യമായ മാറ്റമൊന്നും കണ്ണൂർ ജില്ലയിൽ സംഭവിച്ചിട്ടുമില്ല. എങ്ങനെയാണ് ഇത്തവണ നമുക്ക് കണ്ണൂരിൻ്റെ ഒരു ചിത്രം, ഏകദേശ ചിത്രം തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വിവരിക്കാൻ സാധിക്കുക? അഭിലാഷ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജില്ല, ഒപ്പം തന്നെ 2 മുന്നണികൾ LDFനെയും UDFനെയും നയിക്കുന്ന 2 പാർട്ടികളുടെ അധ്യക്ഷന്മാർ വരുന്ന ജില്ല. MV ഗോവിന്ദനും ഒപ്പം തന്നെ സണ്ണി ജോസഫും കണ്ണൂരുകാരാണ്. അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃനിര, പ്രധാനപ്പെട്ട നേതൃനിരയൊക്കെ തന്നെ ഉള്ള ജില്ല, അങ്ങനെ കണ്ണൂരിനെ വിശേഷിപ്പിക്കാം. ഏതായാലും അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും നോക്കുകയാണെങ്കിൽ ഇടതുമുന്നണിക്ക് വലിയ ആധിപത്യം കണ്ണൂർ ജില്ലയിലുണ്ട്. 11 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ അത് 9 മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി വിജയിച്ചു. 2 ഇടത്താണ്, ഇരിക്കൂറിലും പേരാവൂരിലും മാത്രമാണ് UDF വിജയിക്കുന്നത്. അതിനു മുൻപ് 2016 കണക്കുകൾ നോക്കുകയാണെങ്കിൽ 3 സീറ്റിലാണ് UDFന് വിജയിക്കാൻ സാധിച്ചത്. അപ്പോഴും ജില്ലയിലെ 8 മണ്ഡലങ്ങൾ LDFനൊപ്പം തന്നെ നിന്നു. കഴിഞ്ഞ തവണത്തേത് വ്യത്യസ്തമായി 2016 അഴീക്കോട് കൂടി വിജയിക്കാൻ സാധിച്ചിരുന്നു UDFന്. ഈ 2 തെരഞ്ഞെടുപ്പുകളുടെയും പ്രത്യേകത, LDF അധികാരത്തിൽ വരുന്നത് 2016 അധികാരം പിടിച്ചു, 21 അതിൻ്റെ ഭരണ തുടർച്ച ഉണ്ടായിരുന്നെങ്കിൽ 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കണ്ണൂരിൽ
6-5 എന്ന നിലയിലായിരുന്നു സീറ്റുകളുടെ നില. അതായത് 6 സീറ്റുകളാണ് LDF വിജയിച്ചത്, 5 സീറ്റുകളിലാണ് UDF ജയിക്കാൻ കഴിഞ്ഞത്. അതിൽ തന്നെ നേരത്തെ പറഞ്ഞ 3 മണ്ഡലങ്ങൾ ഇരിക്കൂർ, പേരാവൂർ, അഴീക്കോട് എന്നീ മണ്ഡലങ്ങൾക്ക് പുറമെ അന്ന് വിജയിച്ച മണ്ഡലങ്ങൾ ഒന്ന് കൂത്തുപറമ്പാണ്, മറ്റൊന്ന് കണ്ണൂരാണ്. ഇത്തവണയും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കണ്ണൂരിൽ വലിയ പ്രതീക്ഷ LDF വെച്ചു പുലർത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും LDFന് അത്ര മോശം പ്രകടനമായിരുന്നില്ല. പ്രത്യേകിച്ച് സംസ്ഥാനത്തൊട്ടേക്ക് ഒരു UDF തരംഗം ഉണ്ടായെങ്കിൽ പോലും കണ്ണൂരിൽ അത് വലിയ പ്രകടമായിരുന്നില്ല എന്ന് തന്നെ പറയാം. വോട്ടിങ്ങിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും 7 മണ്ഡലങ്ങളിൽ അവർക്ക് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് LDFന് ഇത്തവണത്തെയും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴുള്ള പ്രതീക്ഷ. ഏതായാലും കണ്ണൂരിൻ്റെ ഒരു മൊത്തം ചിത്രം നോക്കുകയാണെങ്കിൽ LDFന് വലിയ ആധിപത്യമുള്ള ഒരു 6 മണ്ഡലങ്ങളെങ്കിലും കണ്ണൂരിലുണ്ട്. പയ്യന്നൂർ, ഒപ്പം തന്നെ ധർമ്മടം, തലശ്ശേരി, കല്യാശ്ശേരി തുടങ്ങിയ മട്ടന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ, ഒപ്പം തന്നെ തളിപ്പറമ്പ് മണ്ഡലത്തിലും വലിയ ആധിപത്യം LDFനുണ്ട്. UDFന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ UDFന് ഉറപ്പിച്ച് വിജയം പറയാവുന്ന ഒരു മണ്ഡലം ഇരിക്കൂർ മണ്ഡലമാണ്. UDFന് സ്വാധീനമുള്ള മറ്റു മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ പേരാവൂരിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പേരാവൂരിൽ കഴിഞ്ഞ തവണയൊക്കെ തന്നെ ഇടത് തരംഗത്തിലും UDF വിജയിച്ച മണ്ഡലം ആണെങ്കിൽ പോലും അതൊരു LDFനും വേണമെങ്കിൽ വിജയിക്കാൻ കഴിയുന്ന ചില പ്രദേശങ്ങൾ ഒക്കെയുള്ള മണ്ഡലമാണ് പേരാവൂർ മണ്ഡലം. UDFന് നേരിയ മേധാവിത്വം മാത്രമേ നമുക്ക് അവിടെ പറയാൻ കഴിയുള്ളൂ. കഴിഞ്ഞ തവണയാണെങ്കിൽ ഏതാണ്ട് 5000 വോട്ടുകളുടെ ഭൂരിപക്ഷം, അതിന് മുമ്പാണെങ്കിൽ പോലും 7000-8000 വോട്ടുകളുടെ ഭൂരിപക്ഷം അത്രമാത്രമാണ് പേരാവൂരിലുള്ളത്. അപ്പോൾ UDFന് ഇത്തവണ ഭരണം പിടിക്കും, പ്രത്യേകിച്ച് 100 സീറ്റിനടുത്ത് നേടുമെന്നാണ് VD സതീശനടക്കമുള്ള നേതാക്കൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു പ്രകടനത്തിലേക്ക് പോകണമെങ്കിൽ സ്വാഭാവികമായും കണ്ണൂരിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം. അതിന് UDFന് അഴീക്കോട് പോലുള്ള മണ്ഡലം, ഒപ്പം തന്നെ കണ്ണൂർ മണ്ഡലം, ഈ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ കണ്ണൂർ മണ്ഡലം എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു UDF സ്വഭാവമുള്ള UDF മണ്ഡലമാണ്. പ്രത്യേകിച്ച് N രാമകൃഷ്ണൻ വിജയിച്ച മണ്ഡലമാണ്. 96 മുതൽ K സുധാകരൻ തുടർച്ചയായി വിജയിച്ച മണ്ഡലമാണ്. 2009 അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വീണ്ടും UDF വിജയിച്ച മണ്ഡലമാണ്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ 2 തവണ കണ്ണൂരിലെ സാഹചര്യം അതല്ല. 2 തവണയും LDFനായി ആ മണ്ഡലത്തിൽ വിജയിച്ചത് കടന്നപ്പള്ളി രാമേന്ദ്രനാണ്. സതീശൻ പാച്ചേനി 2 തവണയും പരാജയപ്പെടുകയും ചെയ്തു. ആദ്യ തവണ ഏതാണ്ട് 1500-ൽ താഴെ വോട്ടുകൾക്കാണ് 2016 തോറ്റെങ്കിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടാണ് കടന്നപ്പള്ളിയുടെ വിജയം അവിടെ ഉണ്ടായത്. അപ്പോൾ ഇത്തവണ ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടന്നപ്പള്ളി തന്നെയായിരിക്കും ഒരുപക്ഷെ LDFന്റെ സ്ഥാനാർത്ഥി. UDFൽ ആര് എന്ന ചോദ്യമുണ്ട്. K സുധാകരൻ തന്നെ മടങ്ങിയെത്തുമെന്ന ചോദ്യമുണ്ട്. പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ തന്നെ UDFന് തീർച്ചയായും അനുകൂലമായ ഘടകമാണ്. പ്രത്യേകിച്ച് കോർപ്പറേഷൻ വലിയ വിജയം നേടി. ആ മണ്ഡലത്തിന്റെ ഭാഗമായ മുണ്ടേരി പഞ്ചായത്ത്, അവിടെ പതിറ്റാണ്ടുകൾക്ക് ശേഷം LDFൽ നിന്ന് UDF ഭരണം പിടിച്ചു. അങ്ങനെ UDFന് അനുകൂലമായ സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ പോലും ആര് സ്ഥാനാർത്ഥിയാകുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും UDFന്റെ വിജയ പ്രതീക്ഷകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കടന്നപ്പള്ളിയാകുമ്പോൾ സ്വാഭാവികമായി ഒരു ശക്തമായ മത്സരം അവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് EK നയനാറിനെ കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു KSU നേതാവായിരിക്കെ പരാജയപ്പെടുത്തി ചരിത്രമുള്ള നേതാവാണ് കടന്നപ്പള്ളി. അങ്ങനെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ സ്വീകാര്യത, LDFന് അപ്പുറത്തേക്കുള്ള വോട്ട് സമാഹരിക്കാൻ അദ്ദേഹത്തിനുള്ള ശേഷി, ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത തന്നെയാണ് കണ്ണൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തെ തുടർച്ചയായി വിജയിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ മണ്ഡലം, അത്തരത്തിൽ UDFന് സാധ്യതകൾ ഇപ്പോഴും പറയുന്ന മണ്ഡലം അഴീക്കോട് മണ്ഡലമാണ്. അഴീക്കോട് മുൻപ് LDFന് വലിയ അനുകൂലമായ മണ്ഡലമായിരുന്നെങ്കിൽ 2008 പുനർനിർണയത്തിന് ശേഷം അത് പൂർണ്ണമായ ഒരു ഇടത് സ്വഭാവമുള്ള മണ്ഡലമാണ്. ഒരു 50% UDFനും 50% LDFനും ആ നിലയിലുള്ള മണ്ഡലം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് വളപ്പട്ടണം പോലുള്ള പ്രദേശങ്ങൾ ആ മണ്ഡലത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് UDFന് മുൻപുണ്ടായിരുന്നേക്കാൾ ശക്തിയുണ്ട്. പ്രത്യേകിച്ച് അഴീക്കോടിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 87-ൽ MVR CMP രൂപീകരിച്ച ശേഷം അവിടെ വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് CPM ജയിച്ചു വന്നിരുന്ന മണ്ഡലമാണ്. 2016-ലും അതിനു മുൻപ് 2011-ലും KM ഷാജി വിജയിച്ചു. പക്ഷേ കഴിഞ്ഞ തവണ KV സുമേഷ് LDFനായ മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ KV സുമേഷ് തന്നെ സ്ഥാനാർത്ഥിയാകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് KV സുമേഷിന് വലിയ സ്വീകാര്യത MLA നിലയ്ക്ക് ആ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അവിടെ ആരായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. പ്രഖ്യാപനമൊക്കെ തന്നെ വരേണ്ടിയിരിക്കുന്നു. KM ഷാജി ഇത്തവണ ആ മണ്ഡലത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ആദ്യം കോഴിക്കോട് സൗത്തിൽ, ഒപ്പം തന്നെ കാസർഗോഡ് മണ്ഡലത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് തീർച്ചയായും നിർണായകമായ കാര്യമാണ്. ഏതായാലും അഴീക്കോട് കണ്ണൂരും എങ്ങനെ UDFന്റെ പ്രകടനം എന്നതിനെ ആശ്രയിച്ചായിരിക്കും
കണ്ണൂർ ജില്ലയിലെ UDFന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ എത്ര സീറ്റുകൾ എന്ന കാര്യത്തിലേക്കൊക്കെ തന്നെ നമുക്കൊരു വിലയിരുത്തലിലേക്ക് പോകാൻ സാധിക്കുക. ഒപ്പം തന്നെ അഭിലാഷ് ചോദിച്ചതുപോലെ പയ്യന്നൂരിലെ കാര്യമാണ് മറ്റൊന്ന്. പയ്യന്നൂരിൽ വിമത നീക്കമൊക്കെ CPM അവിടെ തലവേദനയാകുന്നുണ്ടെങ്കിൽ പോലും പയ്യന്നൂരിൽ ഒരു ചരിത്രം ആ മണ്ഡലം രൂപീകരിച്ച ശേഷം കമ്മ്യൂണിസ്റ്റുകളെ മാത്രം വിജയിച്ച ചരിത്രമുള്ള മണ്ഡലമാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 49,000 40,000 2011 പോലും ഏതാണ്ട് 32,000 വോട്ടുകൾക്കൊക്കെ തന്നെയാണ് അവിടെ CPM ജയിച്ചു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ വിമത നീക്കമൊക്കെ തന്നെ എത്ര കണ്ട് ബാധിക്കും അല്ലെങ്കിൽ എന്ന് മാത്രമേ പറയേണ്ടിയിരിക്കുള്ളൂ. അട്ടിമറിയിലേക്കുള്ള സാധ്യതയൊക്കെ തന്നെ നമുക്ക് ഏതായാലും ഈ ഘട്ടത്തിലൊന്നും പ്രവചിക്കാൻ സാധ്യമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ന്യൂനപക്ഷ ഏകീകരണം കണ്ണൂർ ജില്ലയിൽ നടന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തളിപ്പറമ്പ് പോലുള്ള മണ്ഡലത്തിലൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. തളിപ്പറമ്പ് നഗരസഭ ഭരിക്കുന്ന UDF ആണ്. അവിടെ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ പോലും തളിപ്പറമ്പിന്റെ സ്വഭാവം ഇത്തരത്തിൽ LDFനെ തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലമാണ്. അവിടെ തളിപ്പറമ്പ് നഗരസഭ UDFന് അനുകൂലമാണെങ്കിലും അതിന് സമാനമായി ആന്തൂർ പോലുള്ള LDFന് വലിയ മേധാവിത്വമുള്ള മണ്ഡലങ്ങളുണ്ട്. ഒപ്പം തന്നെ ചില പഞ്ചായത്തുകൾ LDFന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകളുണ്ട്. അപ്പോൾ ആ നില വെച്ച് അവിടെ ഒരു വലിയ ശക്തമായ മത്സരം UDF കാഴ്ചവെച്ചാൽ പോലും അതിനെ മറികടക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ LDF ക്യാമ്പിനുണ്ട്. തീർച്ചയായും ശക്തമായ മത്സരം ഇത്തവണ കണ്ണൂർ ജില്ലയിൽ നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അഭിലാഷ്. യെസ്, കണ്ണൂർ എന്നത് ഇത്തവണയും ശക്തമായ ഒരു പോരാട്ടത്തിന് കളമൊരുങ്ങുന്ന വേദിയായി മാറുന്നു എന്നതാണ്. ഇവിടെ തീർച്ചയായും ER സൂചിപ്പിക്കുന്ന പോലെ ഇടത് തരംഗം എന്നത് പലപ്പോഴും പ്രതിഫലിക്കുന്ന ഒരു ജില്ല എന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇടതിൻ്റെ ഒരു സാധ്യത തന്നെയാണ് കൂടുതലായി ചർച്ച ചെയ്യാൻ പറ്റുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ UDFനും സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ UDF വലിയൊരു തിരിച്ചുവരവിന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയാണ് വിമതർ ഒരു പരിധിവരെ ഗുണം ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. സുധാകരനെ പോലെ ഒരു കരുത്തിനെ കളത്തിലിറക്കിയാൽ ആ ജില്ലയിലൊട്ടാകെ പ്രതിഫലനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇടത് കോട്ടകൾ വിട്ട് അല്ലെങ്കിൽ ഇടത് പാളയങ്ങൾ വിട്ട് ചിലർ മുന്നണിയുടെ ഭാഗമാകുന്നു എന്നത് അവർക്ക് അനുകൂലമാകും എന്ന ഒരു പ്രതീക്ഷ പുലരുന്നു. മാത്രമല്ല ഇപ്പോൾ സാഹിത്യകാരന്മാർ, ഇപ്പോൾ സച്ചിദാനന്ദൻ്റെയൊക്കെ ഒരു പരാമർശം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള പ്രതീക്ഷകളുണ്ട്. അപ്പോൾ സുധാകരൻ എന്നതിനപ്പുറത്ത്, ആ ഒരു ഫാക്ടർ എന്നതിനപ്പുറത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രതീക്ഷകളൊന്നുമില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇപ്പോൾ തന്നെ നമ്മൾ കോർപ്പറേഷൻ്റെ കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെ ആ കോർപ്പറേഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നിലനിർത്താൻ പറ്റിയ ഏക കോർപ്പറേഷൻ ആയിരുന്നു. അതിത്തവണയും വിജയം ആവർത്തിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. അങ്ങനെ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ എന്തൊക്കെ ഫാക്ടറുകൾ അവിടെ പ്രയോജനപ്പെടാം എന്നൊരു പ്രതീക്ഷ പുലർത്തുന്നുണ്ടാവും. അഭിലാഷ്, തീർച്ചയായും. കാരണം 2011 ആയിരുന്നു ഇതിൻ്റെ UDF 72 സീറ്റ് നേടി അധികാരത്തിൽ വരുന്നത്. അന്ന് കണ്ണൂർ ജില്ലയിൽ UDF നടത്തിയൊരു പ്രകടനം ആ വിജയത്തിൽ അല്ലെങ്കിൽ സർക്കാരിന് അധികാരത്തിലെത്തിയിരിക്കുന്നത് നിർണായകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്ന് കൂത്തുപറമ്പ് പോലുള്ള മണ്ഡലം, കൂത്തുപറമ്പിൻ്റെ പഴയ സ്വഭാവമുള്ള മണ്ഡലമല്ല ഇപ്പോൾ ഉള്ളത്. പഴയ പെരിങ്ങളത്തിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെട്ട മണ്ഡലമാണ് ഇപ്പോഴത്തെ കൂത്തുപറമ്പ്. അപ്പോൾ കൂത്തുപറമ്പ് പോലുള്ള മണ്ഡലത്തിലൊക്കെ തന്നെ അന്ന് വിജയിക്കാൻ സാധിച്ചതോടുകൂടിയാണ് ഇടതുമുന്നണി 6 സീറ്റിലും UDF 5 സീറ്റും എന്ന നിലയിലേക്കൊക്കെ തന്നെ എത്തിയത്. പക്ഷേ അന്ന് KP മോഹനൻ UDFന്റെ ഭാഗമായിരുന്നു. സോഷ്യലിസ്റ്റ് ജനതാദൾ വീരേന്ദ്രകുമാർ നേതൃത്വം നൽകിയിരുന്ന SJD അന്ന് UDFന്റെ ഭാഗമായിരുന്നു. പിന്നീട് അവർ ഇടതുമുന്നണിയിൽ എത്തുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം LDFന്റെ MLA കൂടിയാണ്. കൂത്തുപറമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുമ്പോൾ ഏതാണ്ട് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം LDFനുണ്ട്. UDFന് ഇപ്പോൾ ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 4 മണ്ഡലങ്ങളിലാണ് ലീഡുള്ളത്. നിലവിൽ 2 MLA-മാരുള്ള ഇരിക്കൂരും പേരാവൂരിലും UDFന് ലീഡുണ്ട്. അതിന് പുറമെ അഴീക്കോട് ലീഡുണ്ട്, കണ്ണൂർ മണ്ഡലത്തിലും ലീഡുണ്ട്. ബാക്കി 7 മണ്ഡലങ്ങളിലും LDFനാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ലീഡുള്ളത്. അതിൽ തന്നെ അഴീക്കോട്ടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏതാണ്ട് 2500-ൽ താഴെ മാത്രമാണുള്ളത്. അവിടെയാണ് ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂർ മണ്ഡലമാണ്. അത് പൊതുവെ ഒരു UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. കോർപ്പറേഷൻ്റെ ഭൂരിഭാഗം കോർപ്പറേഷൻ്റെ വാർഡുകൾ ഉൾപ്പെടുന്ന മണ്ഡലം, ഒപ്പം തന്നെ മുണ്ടേരി പഞ്ചായത്ത് കൂടി ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുന്ന മണ്ഡലം, അതാണ് കണ്ണൂർ മണ്ഡലം. അവിടെ പക്ഷേ കാലങ്ങളായി ഒരു UDF സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റം വന്ന് കടന്നപ്പള്ളി വരുന്നതോടുകൂടിയാണ്. അപ്പോൾ ആ മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ കരുത്തനായ സ്ഥാനാർത്ഥി UDFന് വന്നേ തീരൂ. മറ്റു മണ്ഡലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മട്ടന്നൂരിൽ എടുക്കുകയാണെങ്കിൽ, മട്ടന്നൂർ കഴിഞ്ഞ തവണ RSP മത്സരിച്ച മണ്ഡലമാണ്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്താണ് KK ശൈലജ ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നത്. ഏതാണ്ട് 60,000 വോട്ടുകളുടെ ഭൂരിപക്ഷം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ഒരു ആധിപത്യമില്ല. പക്ഷേ മട്ടന്നൂർ നഗരസഭയിൽ വോട്ടെടുപ്പ് ഇപ്പോൾ നടന്നിട്ടുമില്ല. അപ്പോൾ നമുക്കത് മൊത്തത്തിലൊരു കണക്ക് പറയാൻ അസാധ്യമാണ്. എങ്കിൽ പോലും അവിടെയൊക്കെ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്ന അഭിപ്രായം കോൺഗ്രസിലുണ്ട്. കാരണം ആ സീറ്റ് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണമെന്നും മത്സരിക്കണമെന്ന ആവശ്യം കണ്ണൂരിലെ ജില്ലയ്ക്കകത്ത് പാർട്ടിക്കകത്ത് ശക്തമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ
ആ സീറ്റിൽ ഇത്തവണ കോൺഗ്രസ് തന്നെ മത്സരിച്ചേക്കും. മറ്റൊന്ന് പയ്യന്നൂർ പോലുള്ള മേഖലകളിലാണ്. നേരത്തെ പറഞ്ഞു മണ്ഡലം രൂപീകരിച്ച ശേഷം കമ്മ്യൂണിസ്റ്റുകൾ മാത്രം വിജയിച്ച ചരിത്രമാണ് പയ്യന്നൂരുള്ളത്. അതിൽ തന്നെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന മണ്ഡലമാണ്. അവിടെ ജയം UDF ഒരുപക്ഷെ ഉണ്ടാകില്ല. പക്ഷേ ഏകപക്ഷീയമായ വിജയം ഒഴിവാക്കുക, ഒപ്പം തന്നെ ഈ രക്തസാക്ഷി ഫണ്ട് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാക്കുക. അപ്പോൾ സ്വാഭാവികമായും അവരെ വിമതരെയൊക്കെ തന്നെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള നീക്കത്തിലേക്ക് UDF കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുക നിലയിലേക്കൊക്കെ തന്നെ UDF കടക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDFന് ഇപ്പോൾ അവകാശപ്പെടുന്നത് പോലെ 100 സീറ്റിനടുത്ത് ഭരണം നേടുമെന്ന് പറയുമ്പോൾ അതിൽ കണ്ണൂർ ജില്ലയിലെ പ്രകടനം മെച്ചപ്പെടുത്താതെ അത്തരമൊരു പ്രതീക്ഷയിലേക്ക് UDFന് കടക്കാൻ അസാധ്യമാണ്. ഒരുപക്ഷെ 2011 അടുത്ത് നിൽക്കുന്ന പ്രകടനം ഉണ്ടായില്ലെങ്കിൽ പോലും ഇപ്പോൾ നിന്ന് ഒരു മാറ്റം സ്വാഭാവികമായും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നീക്കങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ UDFന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. അഭിലാഷ്. യെസ്, തീർച്ചയായും തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ ചില കോട്ടകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ കോട്ടകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ. അതേസമയം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴുമൊക്കെ ആ ചിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഇടതിന് അനുകൂലമാകുന്ന അല്ലെങ്കിൽ ഇടത് മേൽക്കൈ പുലർത്തുന്ന ജില്ല തന്നെയാണ് കണ്ണൂർ. ഇത്തവണ അതിലെടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെടുന്ന MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ മാറ്റുരയ്ക്കുന്ന, അതേസമയം KPCCയുടെ അധ്യക്ഷന്റെ തട്ടകം കൂടിയാണ്. അങ്ങനെ രാഷ്ട്രീയ കേരളത്തിലെ 2 മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ മുന്നണികളുടെ കരുത്തന്മാർ, മഹാരഥന്മാർ ഉള്ള ഒരിടം. അവിടെയാണ് ഇടതു വലതു മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം പ്രധാനപ്പെട്ടതാകുന്നത്. അതേസമയം BJPയെ സംബന്ധിച്ച് അവർക്ക് ക്രമാനുഗതമായ ഒരു വളർച്ച പലയിടങ്ങളിലും കൈവരിക്കാൻ സാധിക്കുന്നുമുണ്ട്. ഇതാണ് പൊതുവിൽ കണ്ണൂരിൻ്റെ ഒരു ചിത്രം. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളൊക്കെ ആര് എന്നതിനെ ആശ്രയിച്ചായിരിക്കും കൂടുതൽ കണ്ണൂരിലെ ഓരോ മണ്ഡലങ്ങളിലേക്കും നമുക്ക് വിശദമായി പോകാൻ സാധിക്കുക.